ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയുടെ പ്രതിരോധ നയത്തിൽ പുതിയൊരു വഴിത്തിരിവായി മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പൊതു ഇടങ്ങളിൽ തെരുവ് നായ്കൾക്ക് ഭക്ഷണം നൽകുന്നത് വിലക്കി സുപ്രീംകോടതി. സംസ്ഥാനത്ത് വ്യാജ സൌന്ദര്യവർദ്ധക വസ്തുക്കൾ വിൽക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. ശബരിമലയിൽ തീർത്ഥാടകരുടെ സുരക്ഷയ്ക്കായി സാങ്കേതിക സമിതി രൂപീകരിക്കാൻ തയ്യാറാണെന്ന് കെഎസ്ഇബി ഹൈക്കോടതിയെ അറിയിച്ചു. ദേശീയ ഗുണനിലവാര പട്ടികയിൽ ഇടം നേടി സംസ്ഥാനത്തെ 2 ആരോഗ്യ സ്ഥാപനങ്ങൾ കൂടി. അംഗീകാരം എറണാകുളം ഫോർട്ട് കൊച്ചി, കോട്ടയം വൈക്കം താലൂക്ക് ആശുപത്രികൾക്ക്. 134ാമത് ഡ്യൂറന്റ് കപ്പ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഫൈനലിൽ നാളെ ഡയമണ്ട് ഹാർബർ എഫ്സി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയുടെ പ്രതിരോധ നയത്തിൽ പുതിയൊരു വഴിത്തിരിവായി മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബീഹാറിലെ ഗയയിൽ 13,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. പശ്ചിമബംഗാളിൽ 5,200 കോടി രൂപയുടെ പദ്ധതികൾക്കും പ്രധാനമന്ത്രി തറക്കല്ലിട്ടു. ഇന്ത്യൻ ബഹിരാകാശ യാത്രികൻ ശുഭാൻഷു ശുക്ല രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായി കൂടിക്കാഴ്ച നടത്തി. രാഷ്ട്രപതി ഭവനിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ശുക്ല തന്റെ ബഹിരാകാശ അനുഭവങ്ങൾ രാഷ്ട്രപതിയുമായി പങ്കുവച്ചു. ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ, ഗ്രൂപ്പ് ക്യാപ്റ്റൻ പുണ്യശ്ലോക് ബിസ്വാൽ, ഐഎസ്ആർഒ ചെയർമാൻ, സെക്രട്ടറി തുടങ്ങിയവരും അദ്ദേഹത്തിനൊപ്പമുണ്ടായിരുന്നു. ഗഗൻയാൻ ഉൾപ്പെടെയുള്ള ഭാവി ബഹിരാകാശ ദൌത്യങ്ങൾക്ക് രാഷ്ട്രപതി സംഘത്തിന് ആശംസകൾ നേർന്നു. കേന്ദ്ര സർക്കാരിന്റെ സുസ്ഥിരമായ പ്രവർത്തനങ്ങളിലൂടെ ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ 4 സമ്പദ് വ്യവസ്ഥകളിലൊന്നായി മാറിയെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കൊച്ചിയിൽ മാധ്യമ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ശ്രീ അമിത്ഷാ. കൊച്ചിയിൽ നടന്ന ബിജെപി സംസ്ഥാന നേതൃയോഗം ശ്രീ അമിത്ഷാ ഉദ്ഘാടനം ചെയ്തു. കേരള സന്ദർശനത്തിന് ശേഷം അദ്ദേഹം തമിഴ്നാട്ടിലേക്ക് പോയി. പൊതു ഇടങ്ങളിൽ തെരുവ് നായ്കൾക്ക് ഭക്ഷണം നൽകുന്നത് വിലക്കി സുപ്രീംകോടതി. ഇത്തരത്തിൽ ഭക്ഷണം നൽകുന്നതിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനും പ്രത്യേക ഇടങ്ങൾ ഒരുക്കാനും 3-അംഗ ബെഞ്ച് ഉത്തരവിട്ടു. എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഇത് നടപ്പിലാക്കണമെന്നും നിർദ്ദേശിച്ചു. പിടികൂടുന്ന തെരുവ് നായ്ക്കളെ വിട്ടയക്കരുതെന്ന മുൻ ഉത്തരവും കോടതി സ്റ്റേ ചെയ്തു. തെരുവ് നായ വിഷയത്തിൽ ദേശീയ നയം രൂപീകരിക്കേണ്ടതുണ്ടെന്നും സുപ്രീംകോടതി വിലയിരുത്തി. സംസ്ഥാനത്ത് വ്യാജ സൌന്ദര്യവർദ്ധക വസ്തുക്കൾ വിൽക്കുന്നവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. സംസ്ഥാന ഡ്രഗ് കൺട്രോൾ വകുപ്പ് നടപ്പാക്കിയ ഓപ്പറേഷൻ സൌന്ദര്യയുടെ ഭാഗമായി നടത്തിയ പരിശോധനകളിലൂടെ വ്യാജമെന്ന് കണ്ടെത്തിയ 4 ബ്രാൻഡുകൾക്കെതിരെ വിവിധ കോടതികൾ നടപടിയെടുത്തതായി മന്ത്രി പറഞ്ഞു. ജനങ്ങൾക്ക് സുരക്ഷിതവും ഗുണനിലവാരമുള്ളതുമായ മരുന്നുകളും സൌന്ദര്യവർദ്ധക വസ്തുക്കളും ഉറപ്പാക്കുകയാണ് ഓപ്പറേഷൻ സൌന്ദര്യയുടെ ലക്ഷ്യമെന്നും മന്ത്രി വ്യക്തമാക്കി. ശബരിമലയിൽ തീർത്ഥാടകരുടെ സുരക്ഷയ്ക്കായി സാങ്കേതിക സമിതി രൂപീകരിക്കാൻ തയ്യാറാണെന്ന് കെഎസ്ഇബി കേരള ഹൈക്കോടതിയെ അറിയിച്ചു. ശബരിമലയിൽ കേരള വാട്ടർ അതോറിറ്റിയുടെ വാട്ടർ കിയോസ്കിൽ നിന്ന് വൈദ്യുതാഘാതമേറ്റ് തീർത്ഥാടകൻ മരിച്ചതിനെ തുടർന്ന് ഹൈക്കോടതി സ്വമേധയാ ഫയൽ ചെയ്ത കേസ് പരിഗണിക്കവെയാണ് നിർദ്ദേശം മുന്നോട്ട് വച്ചത്. നേരത്തെ കെഎസ്ഇബിക്കും വാട്ടർ അതോറിറ്റിക്കും സമാനമായ അപകടങ്ങൾ തടയുന്നതിന് ആവശ്യമായ എല്ലാ സുരക്ഷാ നടപടികളും നടപ്പാക്കാൻ കോടതി നിർദ്ദേശം നൽകിയിരുന്നു. സുരക്ഷിത ജലലഭ്യതയും ജലജന്യ രോഗപ്രതിരോധവും ലക്ഷ്യമിട്ട് സംസ്ഥാന വ്യാപകമായി ജലമാണ് ജീവൻ എന്ന പേരിൽ ജനകീയ തീവ്ര കർമ്മ പരിപാടി സംഘടിപ്പിക്കും. ഹരിത കേരള മിഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് ഹരിത കേരള മിഷൻ വൈസ് ചെയർപേഴ്സൺ ഡോക്ടർ ടി.എൻ. സീമ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. നമ്മുടെ കിണറുകളും മനുഷ്യരുപയോഗിക്കുന്ന കുളങ്ങളും ക്ലോറിനേഷൻ നടത്തി വൃത്തിയാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അമീബിക് ജ്വരം പോലെയുള്ള വളരെ ഗുരുതരമായിട്ടുള്ള രോഗങ്ങൾ ചിലയിടത്ത് നിന്നൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കോളിഫോം ബാക്ടീരിയ പോലെയുള്ള പ്രശ്നങ്ങളും നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളത്തിലുണ്ട് എന്നുള്ളതും ഒരു പ്രശ്നം തന്നെയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ജലമാണ് ജീവൻ എന്ന പേരിൽ പരിപാടിക്ക് നേതൃത്വം നൽകുന്നത്. ഇതിൽ സ്കൂളുകളുമായി ബന്ധപ്പെട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഓണത്തിന് ശേഷം വലിയൊരു ക്യാമ്പയിൻ സംഘടിപ്പിക്കും. സംസ്ഥാനത്തെ 2 ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് കൂടി ദേശീയ ഗുണനിലവാര അംഗീകാരങ്ങൾ ലഭിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. എറണാകുളം ഫോർട്ട് കൊച്ചി താലൂക്ക് ആശുപത്രിക്കും കോട്ടയം വൈക്കം താലൂക്ക് ആശുപത്രിക്കുമാണ് എൻക്യുഎഎസ് അംഗീകാരം ലഭിച്ചതെന്ന് മന്ത്രി പറഞ്ഞു. ഇതോടെ സംസ്ഥാനത്ത് എൻക്യുഎഎസ് അംഗീകാരം ലഭിച്ച ആരോഗ്യ സ്ഥാപനങ്ങളുടെ എണ്ണം 255 ആയി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്.
അന്തരിച്ച ഇടുക്കി പീരുമേട് എംഎൽഎ വാഴൂർ സോമന് വിട നൽകി നാട്. അദ്ദേഹത്തിന്റെ ഭൌതികദേഹം ഔദ്യോഗിക ബഹുമതികളോടെ പാമ്പനാർ സ്മൃതി മണ്ഡപത്തിൽ സംസ്കരിച്ചു. ഇന്നലെ തിരുവനന്തപുരത്ത് റവന്യൂ അസംബ്ലിയിൽ പങ്കെടുത്ത് മടങ്ങവെയാണ് അദ്ദേഹത്തിന് ശാരീരിക അസ്വാസ്ഥ്യമുണ്ടായത്. തുടർന്ന് ശാസ്തമംഗലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. 72 വയസ്സായിരുന്നു. മന്ത്രിമാരുൾപ്പെടെ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഉപ്പുവെള്ളം കയറി വിളനാശം നേരിട്ട കുട്ടനാട്ടിലെ കർഷകരിൽ നിന്നും കൃഷിവകുപ്പ് നേരിട്ട് സംഭരിച്ച നെല്ലിന് സംഭരണ തുകയായി 1,17 ലക്ഷം രൂപ അനുവദിച്ചതായി മന്ത്രി പി പ്രസാദ്. പതിരായ നെല്ല് സംഭരിക്കുന്നതിൽ മില്ലുകാർ വൻതോതിൽ കിഴിവ് ആവശ്യപ്പെടുകയും നെല്ല് സംഭരിക്കുന്നതിൽ വിമുഖത കാണിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് സർക്കാരിന്റെ ഇടപെടൽ. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി രവികുമാർ. പാടശേഖരങ്ങളിൽ ഉപ്പുവെള്ളം കയറിയാൽ പിന്നെ നെല്ല് സംഭരിക്കാൻ മില്ലുകാർക്ക് മടിയാണ്. വൻതോതിൽ കിഴിവ് ഇവർ ആവശ്യപ്പെടും. ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ വേണ്ടിയാണ് കൃഷിവകുപ്പ് നേരിട്ട് നെല്ല് സംഭരിച്ചത്. ആലപ്പുഴ, അമ്പലപ്പുഴ വടക്ക്, പാലമേൽ, മാന്നാർ, വെൺമണി തുടങ്ങിയ 8 സ്ഥലങ്ങളിലെ 335 കർഷകരിൽ നിന്നും കൃഷിവകുപ്പ് നേരിട്ട് നെല്ല് ഏറ്റെടുത്തു. ഒരാഴ്ചക്കുള്ളിൽ നെല്ലിന്റെ വില കർഷകരുടെ അക്കൌണ്ടിൽ എത്തുമെന്ന് കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് പറഞ്ഞു. കളിക്കളങ്ങളും ആധുനിക പരിശീലന സംവിധാനവും ഏർപ്പെടുത്തി അന്തർദേശീയ കായിക മേളകളിൽ മികച്ച നേട്ടം കൈവരിക്കാൻ കായിക താരങ്ങളെ പ്രാപ്തരാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ. ഈ ലക്ഷ്യം മുൻനിർത്തി സ്കൂളുകളിൽ കളിക്കളങ്ങൾ നിർമ്മിക്കുന്നതിനായി 200 കോടി രൂപ ചെലവിട്ടതായും മന്ത്രി പറഞ്ഞു. കണ്ണൂർ ചെറുകുന്ന് ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കളിക്കളത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാന സർക്കാരിന്റെ ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിന്റെ ഭാഗമായി കളമശ്ശേരിയിൽ ആരംഭിക്കുന്ന അദാനി ലോജിസ്റ്റിക്സ് പാർക്കിന്റെ നിർമ്മാണോദ്ഘാടനം നാളെ രാവിലെ 11:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. വ്യവസായ മന്ത്രി പി രാജീവ് അധ്യക്ഷനാകുന്ന പരിപാടിയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പങ്കെടുക്കും. ഐകെജിഎസിലെ നിക്ഷേപ വാഗ്ദാനം അതിവേഗത്തിലാണ് നിർമ്മാണ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നതെന്നും ആയിരക്കണക്കിന് തൊഴിലവസരങ്ങളും ഇതിലൂടെ സൃഷ്ടിക്കപ്പെടുമെന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു. സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സർക്കാരിന്റെ ഓണസമ്മാനമായി 2 ഗഡു ക്ഷേമ പെൻഷൻ ലഭിക്കും. ഇതിനായി 1679 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു. 62 ലക്ഷത്തോളം പേർക്കാണ് ഓണത്തിന് 3200 രൂപ വീതം ലഭിക്കുന്നത്. ഓഗസ്റ്റിലെ പെൻഷന് പുറമെ 1 ഗഡു കുടിശ്ശിക കൂടിയാണ് അനുവദിച്ചത്. ശനിയാഴ്ച മുതൽ ഇത് ഗുണഭോക്താക്കൾക്ക് ലഭിച്ചു തുടങ്ങും. ആകാശവാണി കൊച്ചി ക്ലസ്റ്ററിന്റെ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറലായും ഓഫീസ് മേധാവിയായും ശ്രീ കെ സുബ്രഹ്മണ്യൻ അയ്യർ ചുമതലയേറ്റു. 1998 ബാച്ച് ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസിലെ ഉദ്യോഗസ്ഥനായ അദ്ദേഹം രാജ്യത്തെ വിവിധ ദൂരദർശൻ കേന്ദ്രങ്ങളിലും ആകാശവാണി സ്റ്റേഷനുകളിലും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൌൺസിൽ മുൻ ചെയർമാനും രാജ്യാന്തരതലത്തിൽ ശ്രദ്ധേയനായ പ്രശസ്ത രസതന്ത്രജ്ഞനുമായ പ്രൊഫസർ സി ജി രാമചന്ദ്രൻ നായർ അന്തരിച്ചു. 92 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് തിരുവനന്തപുരത്തെ വസതിയിൽ ഇന്നലെയായിരുന്നു അന്ത്യം. സംസ്കാരം തിങ്കളാഴ്ച തിരുവനന്തപുരം ശാന്തി കവാടത്തിൽ നടക്കും. സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെ സെക്രട്ടറിയായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 134ാമത് ഡ്യൂറന്റ് കപ്പ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഫൈനൽ മത്സരം നാളെ പശ്ചിമബംഗാളിൽ നടക്കും. കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ നടക്കുന്ന പോരാട്ടത്തിൽ ഡയമണ്ട് ഹാർബർ എഫ്സി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡുമായി ഏറ്റുമുട്ടും. വൈകിട്ട് 5:30-നാണ് മത്സരം. കെസിഎല്ലിൽ ആലപ്പി റിപ്പിൾസിനെതിരെ തൃശൂർ ടൈറ്റൻസിന് 7 വിക്കറ്റ് ജയം. ആലപ്പി റിപ്പിൾസ് ഉയർത്തിയ 152 റൺസ് വിജയലക്ഷ്യം 16.3 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ തൃശൂർ ടൈറ്റൻസ് മറികടക്കുകയായിരുന്നു. ഇന്ന് നടക്കുന്ന രണ്ടാമത്തെ മത്സരത്തിൽ അല്പസമയത്തിനകം കൊല്ലം സെയിലേഴ്സും ട്രിവാൻഡ്രം റോയൽസും തമ്മിൽ ഏറ്റുമുട്ടും. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. കോഴിക്കോട് ചികിത്സയിലുള്ള 2 പേർക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വര ലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. രോഗം ബാധിച്ച് മരിച്ച താമരശ്ശേരി സ്വദേശി 9-കാരിയുടെ 7 വയസ്സുള്ള സഹോദരനും ചേലേമ്പ്ര സ്വദേശിയായ 59-കാരനുമാണ് അമീബിക് മസ്തിഷ്ക ജ്വര ലക്ഷണങ്ങളോടെ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളത്. നിലവിൽ 3 പേർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയുടെ പ്രതിരോധ നയത്തിൽ പുതിയൊരു വഴിത്തിരിവായി മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പൊതു ഇടങ്ങളിൽ തെരുവ് നായകൾക്ക് ഭക്ഷണം നൽകുന്നത് വിലക്കി സുപ്രീംകോടതി. സംസ്ഥാനത്ത് വ്യാജ സൌന്ദര്യവർദ്ധക വസ്തുക്കൾ വിൽക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. ശബരിമലയിൽ തീർത്ഥാടകരുടെ സുരക്ഷയ്ക്കായി സാങ്കേതിക സമിതി രൂപീകരിക്കാൻ തയ്യാറാണെന്ന് ഹൈക്കോടതിയെ അറിയിച്ച് കെഎസ്ഇബി. ദേശീയ ഗുണനിലവാര പട്ടികയിൽ ഇടം നേടി സംസ്ഥാനത്തെ 2 ആരോഗ്യ സ്ഥാപനങ്ങൾ കൂടി. അംഗീകാരം എറണാകുളം ഫോർട്ട് കൊച്ചി, കോട്ടയം വൈക്കം താലൂക്ക് ആശുപത്രികൾക്ക്. 134ാമത് ഡ്യൂറന്റ് കപ്പ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഫൈനലിൽ നാളെ ഡയമണ്ട് ഹാർബർ എഫ്സി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡുമായി ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.